ഹലോ ഫ്രണ്ട്സ്, നാളെ ക്രിസ്മസ് ആണ്. ഇന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. പിന്നെ എന്താ, ഞാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോട്ട് പോയാൽ പന്നി കിട്ടുള്ളൂ. പന്നി ഞാൻ കഴിക്കുള്ളൂ, ഇവിടെ അച്ഛനും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും കഴിക്കും കേട്ടോ. പന്നി എനിക്കിഷ്ടമല്ല, എനിക്കും അമ്മയ്ക്കും ചേച്ചിക്കൊന്നും ഇഷ്ടം. ചേച്ചി കഴിക്കും, ചെറുതായിട്ടൊന്ന് കഴിക്കും. അപ്പോൾ ഇപ്പം പോയാൽ കിട്ടുള്ളൂ. വൈകുന്നേരമായ ഫുൾ തീർന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും കൂടെ പോയി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് കോഴിയും കൂടെ നോക്കി വയ്ക്കണം, കാരണം നാളെ കിടന്ന് പോയാൽ ഒന്നും കിട്ടൂല. പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മൾ നാടൻ കോഴിയെ കഴിക്കില്ല കേട്ടോ. വെള്ളക്കോഴി ഞാൻ അധികം വാങ്ങാറില്ല. ഇവിടെ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ കോഴിയെ വാങ്ങുള്ളൂ. പിന്നെ നാളെ ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചിലവായി പോകും കേട്ടോ. അപ്പം രാവിലെ പോയി നോക്കി വെച്ചാൽ നാളത്തേക്ക് സെറ്റ് ആവുള്ളൂ. ഫസ്റ്റ് കോഴിക്കടയിൽ പോയി എല്ലാം നോക്കി വെച്ചിട്ട് പന്നി വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ കോഴിയെ വാങ്ങുന്നത്. ഇവിടെ ഒറിജിനൽ നാടൻ കോഴി കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ പോയപ്പോഴത്തേക്കും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ആൾക്കാർ വന്ന് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോഴിക്ക് നോക്കിയിട്ട് നേരെ പന്നിയെ വാങ്ങാൻ പോയേട്ടോ. പന്നിയെ വാങ്ങാൻ വേണ്ടി പോയത് മുക്കോല വെയിറ്റിക്കുളം റോഡ്, ആ സൈഡിലാണ് ഇവരുള്ളത്. ഇതെല്ലാ പ്രാവശ്യം ഇവിടെ കാണും. ഇവിടെ ഫാമിൽ നിന്ന് എന്തോ കൊണ്ടുവരുന്നത് കേട്ടോ ഈ പന്നീനെ. ഇവിടെയും കിട്ടും നല്ല പന്നി. പിന്നെ നാലാഞ്ചിറയും ഒരു കടയിൽ കിട്ടും കേട്ടോ. കിലോയ്ക്ക് 400 സംതിങ് എന്തോ ആയിരുന്നു. ഇത് വാങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. എനിക്ക് ഈ പന്നിയുടെ തലയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടാ. എനിക്കല്ലെങ്കിലും പന്നി ഇറച്ചി ഇഷ്ടമല്ല, പക്ഷെ ഇതും കൂടെ കണ്ടപ്പോൾ കുറച്ചും കൂടെ അങ്ങ് വേർത്ത്. പിന്നെ എന്താ, ഇത് വാങ്ങി നേരെ ഇനി വീട്ടിൽ പോയിട്ട് ഫ്രിഡ്ജ് വയ്ക്കില്ല കേട്ടോ, അപ്പം തന്നെ വെക്കും. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ പന്നി ഇറച്ചി. അച്ഛന് ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മ ഇങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ വർഷത്തിലൊരിക്കൽ വാങ്ങുള്ളൂ. ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ വീട്ടിൽ പന്നി വാങ്ങുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അമ്മൂമ്മയുടെ വീട്ടിലും പോകണം. പന്നിയിറച്ചി കൊണ്ടുവന്ന ഉടൻ തന്നെ അച്ഛൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തേട്ടെ. വിറകടുപ്പിലാണ് വെച്ചത്, കാരണം പന്നിക്ക് കുറച്ച് വേവ് വേണം. അതുകൊണ്ട് വിറകടുപ്പിലാണ് കേട്ടോ വെച്ചത്. പന്നിയുടെ തോരനായിട്ട് ഉണ്ടാക്കുക, അതിനുള്ള അരപ്പൊക്കെ അമ്മ ഇങ്ങനെ റെഡിയാക്കി വെച്ചൊക്കെയാണ്. ഗൈസ്, ഇത് ആയി വന്നപ്പോഴത്തേക്കും എനിക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയായിട്ടോ. ഞാൻ കുറച്ചൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്തോ എനിക്കങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചിക്കൻ തോരനെയും കാട്ടി എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് കിടന്നുറങ്ങി കേട്ടോ, കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു. ഞാൻ വിചാരിച്ചു വെയിലൊക്കെ ഒന്ന് തണുത്തിട്ട് അമ്മൂമ്മ പോയി വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. 3 മണിയായപ്പോഴും അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വെയിലും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഞാൻ നേരെ പോയി അമ്മമ്മയെ വിളിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ രാത്രിയത്തെ വിശേഷം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ബാക്കി വിശേഷം നമുക്ക് നാളെ കാണാം. നാളെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മിനി വ്ളോഗൊക്കെ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെൽത്തി ഡ്രിങ്ക് ചലഞ്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.